എന്തായി തീരുമാനം? കുന്തായി തീരുമാനം. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താടിക്ക് തീ പിടിക്കുമ്പോ വീട് കത്തിക്കാൻ നോക്കണം. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞ കളയുവാണ്? നിങ്ങളൊന്നും മിണ്ടായിരിക്കാൻ ഞാൻ ചെയ്യണ്ട്. ആകെ ഇളകി മറിഞ്ഞു കിടക്കുക. എന്തായാലും ജയദേവൻ സാർ ഇപ്പൊ ഇങ്ങെത്തും. ആ ജയദേവൻ വന്നിട്ടെങ്കിലും കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. മനസ്സ് മാറണവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആളി പഠനത്തിന് മുമ്പ് കൊച്ചിനെയും തള്ളയും പുഴ കടത്തിയാൽ മതിയായിരുന്നു. അമ്മ ധൈര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ 10 ആള്. ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനറിയില്ല. തെക്കുംപുറത്തുനിന്ന് ചങ്ങലയിൽ കിടക്കുന്ന മേലെടുത്ത് ശ്രീദേവി കുട്ടിയുടെ ഈ ബാല്യക്കാരിക്കറിയാം. വർഷങ്ങളായിട്ടറിയാം. മേലെടുത്തെ വലിയ കാരണവർക്ക് തിരുമേനി ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. കാരണവരുടെ വലം കൈയായി തിരുമേനി. അയാളുടെ ഉന്നം ശ്രീദേവി കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു. പക്ഷേ ശ്രീദേവി കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല. കച്ചേരി നടക്കാൻ തറവാട്ടിൽ വന്ന തിരുമേനി അയാളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. തമ്മിത്തല്ല് വരെ ഉണ്ടായെന്നാ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒടുവില് വലിയ കാരണവര് തന്നെ ആ പാവത്തിന് ഭഗവതിപുരിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് അറിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഗർഭിണിയാണെന്ന്. കാരണവര് നിന്ന് തുള്ളി. ആ അവസരവും തിരുമേനി ശരിക്കും മുതലാക്കി. ഇക്കാര്യത്തിൽ എന്തിനാ ഇദ്ദേഹം ഇത്ര വിഷമിക്കണേ? ശ്രീദേവിക്കുട്ടി പ്രസവിക്കട്ടെ എന്നാ ഞാൻ പറയണേ. നമ്പൂരി, ശ്രീദേവിക്കുട്ടിക്ക് എന്നെ വേണ്ടായിരിക്കും. ഈ അവസ്ഥയിലും ഓളെ എനിക്ക് വേണം. പ്രസവം കഴിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഞാൻ പുടവ കൊടുക്കും, ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പുറത്താരും അറിയാതെ ശ്രീദേവിക്കുട്ടിയുടെ പ്രസവം നടന്നു. അത് കഴിഞ്ഞ് അധികം നാളായിട്ടുണ്ടാവില്ല. ഭഗവതിയുടെ കലശെഴുന്നള്ളിപ്പിന്റെ അന്ന് പാട്ടുകാരൻ വീണ്ടും ഒളിച്ചു വന്നു. ശ്രീദേവിയെയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശം. എഴുന്നള്ളിപ്പിന്റെ ബഹളത്തിനിടയിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ കുളത്തിൽ താഴ്ത്തിയ ശവം ഇന്ന് അസ്ഥികൂടമായി പൊന്തി വന്നു. അന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് ഇതാ. മേലെടുത്ത് ഭഗവതിയുടെ പുണ്യാണ് എൻ്റെ മോള്. നീ തൊട്ട ദേവിയുടെ കലശശുദ്ധാവില്ല. നിന്റെ വിരലൊന്നും തൊടാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായി പൂജാമുറിയിൽ തപസ്സിരുന്ന കലശം അത്. തറവാട്ടിലെ ഈ സന്തതിയെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിയത് പെറ്റമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തന്നെയായിരുന്നു. എന്നാലിപ്പോ തറവാട്ടിലെ സ്ഥാനമൊന്നും വേണ്ട, ആരുടെ അവകാശവും വേണ്ട. പക്ഷെ അമ്മയൊന്ന് കാണണം, ഒന്ന് കണ്ടാ മാത്രം മതി. പിന്നീട് ഇനി ഒരിക്കലും തിരിച്ച് മടങ്ങി വരാൻ പറ്റിയില്ലെങ്കിലും
പ്രഭയെ ഞാൻ കൊണ്ടുപോവാം തെക്കമ്പുറത്തേക്ക്. അമ്മ വിഷമിക്കണ്ട. നിങ്ങൾ ഈ ഭാഗം വളഞ്ഞേ നിങ്ങൾ ആ ഭാഗത്തെ വയ്ക്കോ. അവനെ അവിടെ വെറുതെ വിടരുത്. ജീവനോട് പിടിക്കണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. നടക്കേ. തറവാട്ടിലെ ഏതോ ഒരാൾ പാവപ്പെട്ട ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയെ പിഴപ്പിച്ചപ്പോൾ ഞാൻ ജനിച്ചു. പട്ടിണിയിൽ വളർന്നു. എച്ചിലിന് വേണ്ടി പോലും ഇരക്കേണ്ടി വന്നു. എവിടെ നോക്കിയാലും പുച്ഛിക്കുന്ന മുഖങ്ങൾ. സഹികെട്ടപ്പോൾ ഒളിച്ചോടി. ഒരുപാട് അലഞ്ഞു. ഒട്ടേറെ പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മേലേടത്ത് ഗ്രാമത്തിൽ ശക്തനായി തിരിച്ചെത്തി. എന്തിനാണെന്നോ? നിന്റെ അമ്മ ശ്രീദേവിയെ സ്വന്തമാക്കാൻ, അങ്ങനെ ഈ തറവാട് പിടിച്ചടക്കാൻ. തെറ്റിപ്പോയി. എല്ലാം ഒരു കഥ പോലെ കേൾക്കുമ്പോ നല്ല രസമുണ്ടല്ലേ?